ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ആ ഓട്ടം അവസാനിച്ചത് ടെറസിലായിരുന്നു. വാതിൽ തുറന്ന് അതിവേഗത്തിൽ അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തുള്ളിക്കൊരു കുടങ്ങണക്കി അവളെ നനയിച്ചുകൊണ്ട് പെയ്തിറങ്ങി. ഇരു കൈയും വിടർത്തി മാളും അതിവരാതെ നനയുന്നതിനൊപ്പം മെല്ലെയൊന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്കെന്തോ ഓട്ടുപോലെ അവളുടെ കണ്ണുകൾ അവനായി തിരയുമ്പോൾ കണ്ടു പുറത്തേക്ക് ഇറങ്ങാതെ ഡോർ സൈഡിൽ തന്നെ നിൽക്കുന്നവനെ. ഒരു കൈ അവന് നേരെ വിടർത്തി വരാൻ കാണിച്ചുവെങ്കിലും അർജുൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ അവളിൽ നിന്നും ചലിക്കുന്നുമില്ല. മാളൊരു കുസൃതി ചിരിയോട് അവൻ അരികിലേക്ക് നടന്നെടുത്തു. ഒടുവിൽ മതമറന്ന് തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് വലിക്കുമ്പോൾ അർജുൻ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് അവളെ ഇടിച്ചു നിന്നു. ബാലൻസ് നഷ്ടമായി ഇരുവരും പിറകിലേക്ക് മറിഞ്ഞു വീഴും മുന്നേ അർജുൻ അവളുടെ ഇടുപ്പിൽ കൈ അമർത്തി നേരെ നിന്നു. നഗ്നമായ ഇടുപ്പിൽ അമർന്ന അവൻ്റെ കൈയുടെ ചൂടിൽ ഒരു വിറയിൽ അവളിലൂടെ കടക്കുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അർജുൻ തൻ്റെ മറുകൈ അവളുടെ ഇടുപ്പിലായി വെക്കുമ്പോൾ മാള് പിടഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. എന്നാൽ അവനിൽ മറ്റൊരു ഭാവവും അവൾക്ക് അന്നേരം കാണാൻ കഴിഞ്ഞില്ല. അർജുൻ അവളെ എടുത്തുയർത്തി ലെയറിങ്ങിൽ ഇരുത്തിയ ശേഷം അവൾക്കരികിൽ അവനിരുന്നു. എന്തുകൊണ്ടോ ഒരു പുഞ്ചിരി മാളുവിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവനിൽ നിന്നും അവളത് മറച്ചു പിടിച്ചു. മഴ തൻ്റെ ശക്തിയെ ആർജിക്കുമ്പോൾ മാളു അല്പം കൂടെ അവനിലേക്ക് നീങ്ങിയിരിക്കുന്നതിനൊപ്പം എന്തോ ഒരു ഉൾപ്രേരണയാൽ ഇടത് കൈ അവൻ്റെ വലത് കൈയിലിടയിലൂടെ ചേർത്ത് പിടിച്ച് ആ തോളിലേക്ക് തലചായ്ച്ചു. അവളുടെ ആ പ്രവൃത്തി അവനിൽ അത്ഭുതമോ ഞെട്ടലോ അല്ല ഉളവാക്കിയത്. പകരം തന്നെ ഇണയോടുള്ള കരുതലും വാത്സല്യവുമായിരുന്നു. അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ അതിരങ്ങൾ ആ നെറുകയിലും അമർന്നു. തിരികെ വീട്ടിലെത്തിയ നേരം മുതൽ റൂമിൽ പുതച്ചു മൂടി കിടക്കുകയാണ് മാളു. നേരിയ തോതിലെ പനി അവളിലേക്ക് കടന്നു പിടിക്കുമ്പോൾ ഉള്ളിൽ എന്തോ അതിൻ്റെ അവശതയായിരുന്നില്ല. പകരം ആ നേരം മുതൽ തന്നെ പുറന്ന് തന്നോടൊപ്പം കിടന്നവൻ്റെ പ്രണയ ചൂടിൻ്റെ ആലാസ്യമായിരുന്നു. ഒരു പുതപ്പിനുള്ളിൽ ഇരുവരും പരസ്പരം ആഴത്തിൽ കെട്ടിപ്പുണരുമ്പോൾ പുതുഭാവങ്ങൾ തിരയുകയായിരുന്നു. അവനെന്ന ലോകത്തിൽ അവളും അവളെന്ന ഭ്രാന്തിൽ അവനും അലിഞ്ഞമരുകയായിരുന്നു. അസഹ്യമായി അനുഭവപ്പെട്ട ചൂടിൽ മാളു അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കി. നെഞ്ചിൽ അനുഭവപ്പെടുന്ന ഭാരം കൊണ്ട് മുഖം താഴ്ത്തി നോക്കുമ്പോൾ ഒരു വേള അവളൊന്ന് ഞെട്ടി. ഇരു കൈയും തൻ്റെ വായലോടെ ചുറ്റിപ്പിടുത്ത് നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് അർജുൻ. ഞെട്ടലൊരു പുഞ്ചിരിയിലേക്ക് പരിണമിക്കുമ്പോൾ എന്തോ ആ മുഖത്തേക്ക് അതിയായ വാത്സല്യത്തോടെ നോക്കിയിരുന്നവൾ പെട്ടെന്ന് അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവൻ്റെ നെറ്റിയിൽ രൂപപ്പെട്ട വിയർപ്പ് തുള്ളികളും അസ്വസ്ഥതയിൽ ചുരുങ്ങുന്ന കണ്ണുകളും അവളൊരു നിമിഷം നോക്കിയ ശേഷം മെല്ലെ അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിലേക്ക് എടുത്തി. പുതച്ചിൻ്റെ ഷീറ്റ് പൂർണ്ണമായി അവനിൽ നിന്ന് മാറ്റി ഷർട്ടിൻ്റെ ആദ്യ ബട്ടൺസ് അവൾ തുറന്നിട്ട് കൊണ്ട് അവനരികിൽ നിന്നും എഴുന്നേറ്റു. സ്റ്റാൻഡിൽ കിടന്ന ടവലെടുത്ത് ഫ്രഷ് ആകാൻ കയറും മുന്നേ അവൾ ഒരിക്കൽ കൂടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ശേഷം ചുണ്ടിലൊരു മൂളിപ്പാട്ടോട് അവൾ അകത്തേക്ക് കയറി. നീണ്ടുപോയ കുറച്ചധിക സമയത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ മാള് കാണുന്നത് ബെഡിൽ എഴുന്നേറ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന അർജുനെയാണ്. ഗുഡ് ഈവനിങ് പാർത്തു. കള്ളച്ചിരിയോടെ പുറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ അർജുൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അവനിൽ നിന്ന് മറുപടിയാണ് അവൾ പ്രതീക്ഷിച്ചതെങ്കിൽ അർജുൻ മൗനമായി അവൾക്ക് അരികിലേക്ക് ചുവടുകൾ വെച്ചു. ശേഷം അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ വലിച്ച് അവനിലേക്ക് ചേർത്തു. വിഷ് മാത്രമേ ഉള്ളൂ, ഫീവർ ഷെയർ ചെയ്തതിന് നോ മെൻഷൻ. അർജുൻ അവളെ നോക്കി ഇരു പുരുകവും ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഓക്കെ, തന്നേക്കാം. അതും പറഞ്ഞവൾ അവനിലേക്ക് മുഖം അടുപ്പിച്ച് അവൻ്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇരു ചുണ്ടുകളിലും ഒന്നിച്ചൊരു പുഞ്ചിരി വിടരുമ്പോൾ കണ്ണുകൾക്കും വല്ലാത്തൊരു തിളക്കമായിരുന്നു. മാളു. പുറത്തേന്ന് കേട്ട സിന്ധുവിൻ്റെ ശബ്ദത്തിൽ അവരിരുവരും അകന്നു മാറുമ്പോൾ മാളു വേഗം പോയി ഡോർ തുറന്നു. വാതിൽ തുറന്ന പാടെ സിന്ധുവളെ ശകാരിക്കുന്നതും തിരികെ അവൾ അവരെ കൊഞ്ചിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നതും അർജുനൊരു ചിരിയോടെ നോക്കി നിന്നു. വരാന്തയിൽ പുറത്തെ മഴയും ആസ്വദിച്ചിരുന്ന മാധവന്റെ പുറത്ത് പതിഞ്ഞ ശക്തമായ ഒരു അടിയിൽ വേദനയിൽ പുളഞ്ഞുകൊണ്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവൻ പല്ല് കടിക്കുമ്പോൾ അർജുനത് മൈൻഡ് ചെയ്യാതെ അവൻ്റെ അരികിലായി വന്നിരുന്നു. എന്താണ് ഫിലിം സ്റ്റാർ, ഇനിയുള്ള കാലം ഭാര്യ വീട്ടിൽ കൂടാൻ തന്നെയാണോ പരിപാടി? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ മിസ്റ്റർ രാംദാസിനൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും മോനെ. മാധവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ അർജുൻ അവനെ ഒന്ന് നോക്കി. ശേഷം മെല്ലെ പുറത്തേക്കും. ഐ നോ മാധവ്, ഒന്നും മറന്നിട്ടല്ല അർജുൻ്റെ ഈ പാരകീയ പ്രവേശം. പക്ഷേ ഞാനിപ്പോഴാണ് എൻ്റെ ജീവിതം ആസ്വദിച്ച് തുടങ്ങിയത്, അതും മാളവികേൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം. ആ പേര് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഭാവമാറ്റം മാധവൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്കറിയോ മാധവ്, അവൾ എൻ്റെ കൂടെയുള്ളപ്പോൾ ഐ ഫീൽ കംപ്ലീറ്റ് മൈ ലൈഫ്. എൻ്റെ ലോകം പോലും അവൾ മാത്രമാണെന്ന് കരുതാനായി എനിക്കിഷ്ടം. ഈ നിമിഷം അവസാനിക്കരുതെന്നും അത്രയും അഡിക്റ്റഡായിപ്പോയി ഞാൻ അവളിൽ. അവളെപ്പോലൊരു പെണ്ണ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. ഐ സ്വിയർ. അത് കേട്ട് മാധവിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു.
എന്നാൽ അവർക്ക് പിറകിൽ നിന്ന മാളുവിൻ്റെ കണ്ണുകൾ ആനന്ദത്തിൽ എറിഞ്ഞണിയുമ്പോൾ കണ്ണുകൾ അവനിൽ മാത്രമായി തറഞ്ഞു നിന്നു. ഐ ആം നോട്ട് പ്രൈസിങ് മൈ സെൽഫ്. കോളേജ് ലൈഫിലായാലും ഫിലിം ഇൻഡസ്ട്രിയിലായാലും അർജുൻ വസിഷ്ഠയെ മോഹിക്കാത്ത പെൺകുട്ടികളില്ല. ബട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായി ഞാൻ തന്നെ ഒരു വിളിയിൽ അടിമപ്പെട്ടു പോവുകയാണ്. എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എടാ, എനിക്ക് മനസ്സിലാകും നിൻ്റെ ഇപ്പോഴത്തെ സന്തോഷത്തിൻ്റെ ആഴം. പിന്നെ തിരികെ പോകുന്നത് നമ്മൾ ഒറ്റക്കല്ലല്ലോ, നിൻ്റെ കൂടെ നിൻ്റെ പെണ്ണും കാണില്ലേ? മാധവ് അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. മാളോ അർജുനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാതെ അത്രയും വികാരത്താൽ പിഴയുന്നതായി തോന്നി. അർജുൻ, നിൻ്റെ ഈ നിമിഷം സ്പോയിൽ ചെയ്യാൻ പറയുന്നതല്ല ഞാൻ. എങ്കിലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഒരു ശ്രദ്ധ മാളുവിൻ്റെ നേർക്ക് ഉണ്ടാവണം. മാളുവിൻ്റെ നേർക്ക് മാത്രമല്ല, ധനുവിൻ്റെയും. അവൾ ഓൾറെഡി പറഞ്ഞതാണ് അവളുടെ ഈ വരവിന് പല ഉദ്ദേശങ്ങളുണ്ടെന്ന്. അത് നിന്നെ ബാധിക്കുന്നതല്ലെങ്കിലും അർജുൻ, നീ ഒന്നും മറക്കരുത്, അത് നിന്നെ റിലേറ്റഡ് ചെയ്തുള്ളവയാണ്. എത്ര ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും ഒരു ബൂമറിനെ പോലെ ഓട്ടോമാറ്റിക്കലി അത് നിൻ്റെ അരികിൽ തന്നെ എത്തും. പിന്നെ അങ്കിൾ ഉൾപ്പെടെ ആ വർഷയുടെയും അവളുടെ തന്തയുടെയും ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് എന്തു തന്നെ ആയാലും നിന്റെ കൈവിട്ട് പോകരുതൊന്നും, പ്രത്യേകിച്ചും മാളവിക. ഗൗരവത്തോടെ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അർജുനുള്ളിൽ പല കണക്കൂടലും നടത്തുകയായിരുന്നു. ഇപ്പം തന്നെ നിങ്ങളിവിടെ ഇല്ലാത്ത കലിയിലാകും അങ്കിളും പറശ്ശിയും. ഇനി കുറ്റിയും പറിച്ച് അവൾ ഇവിടേക്ക് എങ്ങനെ കെട്ടിയെടുക്കുമോ? ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ പുറത്തെ മുറ്റത്തായി ഒരു കാറ് വന്ന് നിൽക്കുമ്പോൾ അവർ രണ്ടാളുടെ ശ്രദ്ധ ഒരുപോലെ അവിടേക്കായി. എടാ, ഇത് അങ്കിളിൻ്റെ കാറല്ലേ? മാധവ് ഉമിനീര് വിഴുങ്ങിക്കൊണ്ട് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി മുറം കൊടുത്തു. അവൻ്റെ കോപിലൊരു നാക്ക്. അതിന് മാധവ് നിഷ്കുവായെന്ന് ചിരിച്ചു. അപ്പോഴേക്കും വന്ന കാറിൽ നിന്ന് റാമും രാഗിയും പിൻസീറ്റിൽ നിന്ന് വർഷയും ധനുവും പുറത്തേക്ക് ഇറങ്ങി. ഓൾ ഫിനിഷ്ഡ്. ആരോടൊന്നില്ലാതെ മാധവ് ഒരു നിശ്വാസത്തോടെ പറയുമ്പോൾ പുറത്തെ കാറിൻ്റെ ശബ്ദം കേട്ട് ശ്രീധരനും മാളുവും പുറത്തേക്ക് വന്നു. തിണ്ണപ്പടിയിൽ നിൽക്കുന്ന അർജുനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന റാമനെയും ബാക്കിയുള്ളവരെയും കണ്ട് മാളുവിൽ ഒരു ചെറിയ ഞെട്ടിലുണരുമ്പോൾ ശ്രീധരൻ പരിചയമില്ലാത്തവരെ കണ്ട് സംശയത്തോടെയാണ് വീക്ഷിച്ചത്. ആരാ, മനസ്സിലായില്ല? അയാൾ മുന്നിൽ നിൽക്കുന്ന റാമനെ നോക്കിയൊരു സംശയത്തോടെ ചോദിച്ചു. എന്താ മാളവിക, നിന്റെ അച്ഛൻ അറിയില്ലേ ഈ ഞാൻ ആരാണെന്ന്? അതോ അപമാനാണോ ഉദ്ദേശം? റാമ മുന്നിൽ നിൽക്കുന്ന മാളുവിനെ നോക്കി അല്പം ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ മാളു നേരിയ വെപ്പഴത്തോടെ അർജുനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ റാമിലായിരുന്നു. അച്ഛാ, ഇത് ഞാൻ അർജുൻ്റെ അച്ഛനാണ്, രാംദാസ്. മാളുവിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ റാമിൻ്റെ ശബ്ദം അവിടെ ഉയരുമ്പോൾ ശ്രീധരൻ അയാളെ ബഹുമാനത്തോടെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ തന്നെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വരൂ. ശ്രീധരൻ അവരകത്തേക്ക് ക്ഷണിക്കുമ്പോൾ റാമ മാളുവിനൊന്ന് നോക്കി. അവളുടെ മിഴികൾ മെല്ലെ താഴുമ്പോൾ പൂച്ചങ്കലെന്ന നോട്ടത്തോടെ റാമ അകത്തേക്ക് കയറി. പുറകെ അവളെ നോക്കുപോലും ചെയ്യാതെ രാഗിയും. ആർ യു ഹാപ്പി നൗ വില്ലേജ് ഗേൾ? തൊട്ടരികിൽ നിന്ന് കേട്ട പതിഞ്ഞ ശബ്ദത്തിൽ മാളു മുഖമുയർത്തി ഒന്ന് നോക്കി. വർഷയുടെ മുഖത്ത് അർത്ഥം വെച്ചുള്ള ചിരിയും എന്തൊക്കെയോ കണ്ണുകളിൽ ഒളിപ്പിച്ച ഭാവവും. ഹാപ്പി അല്ലെങ്കിലും ഇനി നീ ഹാപ്പി ആയിരിക്കും, ഐ എം ഷുവർ. അതിനല്ലേ ഞങ്ങൾ വന്നത്. വീണ്ടും അർത്ഥം വെച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറുമ്പോൾ ധനുവും അവളെ നോക്കി നേർമയിലൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ മറികടന്ന് അകത്തേക്ക് കയറി. അർജുൻ, വെറും വരവല്ലേ ഇത്? ഐ നോ. ഗൗരവത്തോടെയായിരുന്നു അർജുൻ്റെ ആ മറുപടി. മുൻപ് കണ്ട് പരിചയമില്ലാത്തത് കൊണ്ട് ആരാന്ന് ചോദിച്ചത്. പിന്നെ മോളധികം നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായില്ല. നീണ്ടുനിന്ന നിശബ്ദതയെ കീറി മുറിച്ചത് ശ്രീധരന്റെ ശബ്ദമാണ്. എന്നാൽ റാമത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, ചുണ്ടിൽ നിറച്ച പൂച്ചത്തോടെ വേറെ എങ്ങോ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ശ്രീധരന്റെ മുഖം വല്ലായ്മയോടൊന്ന് മങ്ങി. മാളുവിൽ നേരെ നീരസമായത് പരിണമിക്കുമ്പോൾ ആ കണ്ണുകൾ നീണ്ടത് അർജുൻ്റെ നേർക്കാണ്. സിന്ധുവിലും മായുവിലും അതേ വല്ലായ്മ തന്നെയാണ് നിറഞ്ഞു നിന്നത്. എന്നാൽ അപ്പോഴേക്ക് റാമിന്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. മിസ്റ്റർ ശ്രീധരൻ, ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കാർക്കും ഒന്നും തോന്നരുത്. പറയേണ്ടത് പറയണല്ലോ. ഞങ്ങളുടെ മകൻ്റെ വിവാഹം ഗ്രാൻഡായി തന്നെ നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. അതും എൻ്റെ ഉറ്റ സുഹൃത്തായ ആനന്ദിൻ്റെ മകൾ ഈ ഇരിക്കുന്ന വർഷയുമായി. എന്തിനേറെ പറയുന്നു, ഇവർ തമ്മിലുള്ള റിംഗ് എക്സ്ചേഞ്ച് വരെ കഴിഞ്ഞതാണ്. വിവാഹം ഉറപ്പിച്ചു. പക്ഷേ അതിനിടയിലേക്കാണ് നിങ്ങളുടെ മകളുടെ കടന്നുവരവ്. അല്പം നീരസം നിറച്ചുകൊണ്ടുള്ള അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ പതർച്ചയോടെ ഇരുന്നു പോയി ശ്രീധരൻ. സിന്ധു ഞെട്ടിലോടെ മാളുവിനെ ഒന്ന് നോക്കുമ്പോൾ അവളുടെ മുഖമൊന്ന് മുറുകി.
എന്ത് കാണിച്ചാൽ നിങ്ങളുടെ മകൾ എൻ്റെ മകനെ വരുതിയിലാക്കിയതെന്ന് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്നുള്ള അവൻ്റെ മനസ്സ് മാറ്റത്തിൻ്റെ കാരണവും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും അതിനൊരു ഡിസിഷൻ എടുക്കണമെന്ന് എനിക്ക് തോന്നി. അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അതും പറഞ്ഞ അയാൾ ഇരുന്നേരത്തുനിന്ന് എഴുന്നേറ്റു. ഒപ്പം ശ്രീധരനും. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ശ്രീധരൻ്റെ ആ ചോദ്യത്തിന് റാം അയാൾക്ക് മുന്നിലായി വന്നു നിന്നു. നിങ്ങളുടെ മകളെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ എന്ത് തരണം? അയാളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ശ്രീധരൻ ഉൾപ്പെടെ പലരും ഒന്ന് ഞെട്ടി. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? എന്നാൽ ഒന്നുകൂടെ വ്യക്തമാക്കാം. എൻ്റെ മകൻ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മകൾ മാളവിക എന്നേക്കുമായി പടിയിറങ്ങി പോകാൻ വേണ്ടി ഞാൻ എത്ര കോടികളാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന്. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ റാമിൻ്റെ വാക്കുകളെത്തുമ്പോൾ അന്ന് ആദ്യമായി ശ്രീധരനിൽ കോപം നിറഞ്ഞു. മിസ്റ്റർ രാംദാസ്, താനിപ്പോൾ പറഞ്ഞ ഈ തോന്നിവാസന വാക്കുകൾ കൊണ്ടല്ല, എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഒരു നിമിഷത്തേക്കെങ്കിലും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകനെ ഞാൻ എൻ്റെ സ്വന്തം മകൻ്റെ സ്ഥാനത്തായി കണ്ടുപോയത് കൊണ്ട് മാത്രം. ആ വീടിനെ പോലും പിടിച്ചു കുലുക്കിക്കൊണ്ട് അയാളുടെ ശബ്ദം അവിടെ ഉയരുമ്പോൾ അർജുൻ തൻ്റെ കണ്ണുകളൊന്ന് അമർത്തി അടച്ച് തുറന്നു. അരികിൽ നിന്ന് മാധവ് അവൻ്റെ കയ്യിലാന്ന് അമർത്തി പിടിച്ചു. അപ്പോഴും മാളവിൽ മൗനമായിരുന്നുവെങ്കിലും മുഖത്ത് ദേഷ്യത്തിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരുന്നു. കണ്ണുകൾ അർജുനിൽ നിന്നും ഒരണുപോലും ചലിച്ചില്ലെന്ന് മാത്രമല്ല, അവനെല്ലാ നിസ്സാരഭാവം അവളുടെ ഉള്ളിൽ കൂരമ്പ് കണക്കെ കുത്തിയിറങ്ങി. ഡോ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അങ്കിൾ ആരാണെന്ന് തനിക്ക് അറിയില്ല. ഞങ്ങളുടെ പൊസിഷനും സ്റ്റാറ്റസിനും മുന്നിൽ തലകുഴിച്ച് നിൽക്കാനുള്ള താനൊക്കെ എന്ത് കണ്ടിട്ട് ഈ കുരക്കുന്നത്? വർഷയുടെ പുച്ഛത്തോടെയുള്ള വാക്കുകളായിരുന്നത്. മാളു ഒരു നിമിഷം നിലവിട്ട് പെരുമാറാതിരിക്കാൻ കലിയോടെ തൻ്റെ കണ്ണുകൾ ഇറുകിയടക്കുമ്പോൾ തന്നെ ഉച്ചത്തിലൊരു ശബ്ദം അവിടെ ഉയർന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്ന മാളുവിന് മുന്നിലായി വെളിവായത് കവളിൽ കൈവച്ച് നിൽക്കുന്ന വർഷയെയും അവൾക്കരികിൽ നിന്ന് അർജുനെ പിടിച്ചു മരുന്ന മാധവനെയാണ്. അർജുൻ, നീ എന്തേ ഈ കാണിച്ചത്? രാഗി അവനെ നേരെ അതീവ കോപത്തോടെ ചോദിച്ചു. പല തവണ ഞാൻ ഇവൾക്ക് വാണിംഗ് കൊടുത്തതാ, എൻ്റെ ലൈഫിലേക്ക് വരരുതെന്ന്. വീണ്ടും വീണ്ടും ഒരു നാണവുമില്ലാതെ കെട്ടിയെടുക്കുന്ന ഇവളെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? മാധവന്റെ കൈ തട്ടി മാറ്റി അർജുൻ ഉച്ചത്തിൽ അലറുമ്പോൾ ആദ്യമായി കാണുന്ന അവൻ്റെ ആ ഭാവത്തിന് ഞെട്ടലോടെ ഒന്ന് വിറച്ചു പോയി മാറും. നീ എത്ര അലറിയിട്ടും ഒരു കാര്യമില്ല അർജുൻ. കൂടുതൽ സംസാരത്തൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേറ്റസ് നോക്കണം. ഇത്രയും നാൾ നിന്റെ ഇഷ്ടത്തിനെതിരായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പൊന്നുകൊണ്ട് മൂടിയ ഞങ്ങളുടെ ഏകമകൻ ഇതുപോലെ ലോ ക്ലാസ്സുമാരുടെ ഇടയിൽ ജീവിക്കുന്നത് ഞങ്ങൾക്കപ്പം കുറച്ചിൽ തന്നെയാണ്. എന്തിനേറെ പറയുന്നു, നിന്റെ ഭാര്യ ഒരു വില്ലേജ് ഗേളാണെന്ന് നിന്റെ ഫാൻസോ പുറം ലോകോ അറിഞ്ഞ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും കൂടിയാ അതിൻ്റെ നാണക്കേട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വിവാഹം തന്നെ ഞങ്ങൾക്ക് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ ഞങ്ങളുടെ മകനെ കൂടെ ഇവർ തട്ടിയെടുക്കാൻ നോക്കിയാൽ സമ്മതിച്ച് തന്നൊന്നും വരില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഇവളെ ഉപയോഗിച്ച് നീ ഞങ്ങളുടെ ഒപ്പം വരണം. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. മുഷ്ടി രണ്ടും മുറുകെ പിടിച്ച് ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്ന അർജുനെ നോക്കിയാണ് രാഗി അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത് കേൾക്കി അവന് മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. ശേഷം അവർക്കടുത്തേക്ക് ചുവടുകൾ വെച്ചു. മിസ്സിസ് രാംദാസ് വളരെ നന്നായി തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. ഡാഡിയുടെ സ്റ്റഡി ആകുമല്ലേ ഇതൊക്കെ? അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്ന് കൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ രാഗിയെ നന്നായി ഒന്ന് പതറി. അവരിൽ തന്നെ തറഞ്ഞു നിന്ന പല മിഴികളും അത് ഒപ്പിയെടുക്കുകയും ചെയ്തു. അർജുൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഞങ്ങൾ നിന്റെ പാരൻസ് ആണ്. സോ ഞങ്ങൾക്ക് നിന്നിൽ കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ നീ ഞങ്ങളുടെ സ്ഥാനത്ത് വരണം. കൂടുതൽ തർക്കമൊന്നും ഈ കാര്യത്തിൽ വേണ്ട. നീ വരും ഞങ്ങളോടൊപ്പം. ഓക്കെ ഫൈൻ, ഇവൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഇരുകൈയും മാറിൽ പിണച്ച് കെട്ടിക്കൊണ്ട് അർജുനത് പറയുമ്പോൾ വർഷ അവസ്ഥയിൽ അതീവ സന്തോഷത്തോട് റാമിനെ ഒന്ന് നോക്കി. അയാളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരിയായിരുന്നു ആ നിമിഷം. എന്നാൽ ഞെട്ടിൽ തീർത്തത് മാളവിലായിരുന്നു. അനുവാദഭേദമില്ലാതെ ആ കണ്ണുകൾ നിറയുമ്പോൾ ചുണ്ടുകൾ പോലും ഒന്ന് വിറച്ചു പോയി. സിന്ധു തൻ്റെ സാരി തലപ്പിനാൽ വായ പൊത്തുമ്പോൾ ശ്രീധരനെ നെഞ്ചും ഇനി എന്ത് നോക്കി നീറുന്നുണ്ടായിരുന്നു.